ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറോ അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിന് ശേഷം വരുന്നത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ചില പ്രോബ്ലംസും ചെയ്യും. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി അറ്റ് ടി ഈക്വൽ ടു സീറോ എൽസ്. ഈ ഒരു ഫംഗ്ഷനാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഏറ്റവും ഹയസ്റ്റ് ഇൻഫിനിറ്റി, ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ഓക്കെ, ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ആണോ എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ ഉണ്ട്. ഇതൊരു സ്യൂഡോ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പം പറയാറുണ്ട്. സ്റ്റിൽ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പലപ്പോഴും എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ പല ഭാഗത്തും ഈ ഒരു ഫംഗ്ഷനെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എടുക്കുന്ന സമയത്ത് 1/s ആണ് വരുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്? എൽ ഓഫ് ടി ഈക്വൽ ടു 1/s², അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആൻസർ ആയിട്ട് വരുന്നുണ്ടോ? 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്, പക്ഷേ 1 ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് വരുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷനാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. എന്നാൽ ജനറലി ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡെൽറ്റ ഓഫ് ടി അല്ലേ മുമ്പ് ഡിഫൈൻ ചെയ്തത്. ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്തായിരിക്കും? ഇൻഫിനിറ്റി അറ്റ് ടി ഈക്വൽ ടു എ, 0 എൽസ്. അതായത് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എ എന്നുള്ള പോയിന്റിൽ മാത്രം ഇൻഫിനിറ്റി, ബാക്കി എല്ലാ പോയിന്റ്സിലും 0 എന്നുള്ള വാല്യൂ വരുന്ന ഫംഗ്ഷൻ. ഓക്കെ, ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ അതാണ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നുള്ളത് വരുന്നത് e⁻−as ആണ്. ബൈ എസ് ഒന്നുമില്ല. ബൈ എസ് വരുമ്പോൾ അത് യു ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? e⁻−as. ഓക്കെ, എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 5 അപ്പം എന്ത് വരും? എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 5 e⁻−5s. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെറിയ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 6 പ്ലസ് e⁻² t ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി മൈനസ് 7 പ്ലസ് ടി. ഈ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കറിയാം എൽ ഓഫ് which is L of delta of t minus 6 plus L of e⁻²t into delta of t minus 7 plus L of t. നമ്മുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് അങ്ങനെ വരും. ഓക്കെ, ഇനി ദിസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 6 എന്താണ്? e⁻−6s പ്ലസ് സെക്കൻഡ് എന്താണ്? e⁻²t ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി മൈനസ് 7. ഡെൽറ്റ ഓഫ് ടി മൈനസ് 7 മാത്രമായിരുന്നെങ്കിൽ e⁻−7s വരുമായിരുന്നു. പക്ഷേ e⁻²t കൂടെ ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വരും. e⁻²t കൂടെ ഉള്ളതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 7 ആൻഡ് എസിന് പകരം എന്ത് കൊടുക്കേണ്ടി വരും? s-2 എന്ന് കൊടുക്കേണ്ടി വരും. ഷിഫ്റ്റിംഗ് തിയറം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഓക്കെ,
പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1/s² ആണ്. സോ ഫൈനൽ ആൻസർ വരിക e⁻⁻6s പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 7 എന്ന് പറയുന്നത് e⁻7s എന്നാണ്. പക്ഷേ എസിന് പകരം നമ്മൾ s-2 പ്ലസ് 1/s². ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഫൈൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 7 ഡെൽറ്റ ഓഫ് ടി മൈനസ് 1 പ്ലസ് സൈൻ 3t എന്താ വരിക? 7 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 1 e⁻⁻s പ്ലസ് സൈൻ 3t ഇട്ടത് സൈൻ 8tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം a/s² പ്ലസ് a² ആണ്. സോ 3/s² പ്ലസ് 9 ഇങ്ങനെ വരും. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ ഇത് ചോദിക്കാവുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് e⁻⁻s എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? വിച്ച് ഈസ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. എന്നാൽ L ഇൻവേഴ്സ് ഓഫ് e⁻⁻s/s എന്തായിരുന്നു? നമ്മൾ മുമ്പ് ചെയ്തതാണ്. വിച്ച് ഈസ് u ഓഫ് ടി മൈനസ് എ ആണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻⁻4s പ്ലസ് 2 ഇൻറ്റു e⁻⁻6s/s, ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ടി. L ഇൻവേഴ്സ് എന്താ വരിക? L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് L ഇൻവേഴ്സ് ഓഫ് e⁻⁻4s പ്ലസ് 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് e⁻⁻6s/s, which is equal to first one delta of t minus 4 plus 2 into u of t minus 6. ഓക്കെ, ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻസിലുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളൊരു കാര്യം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരുന്നത്? e⁻⁻as/s. ഇതൊന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് or show that Laplace transform of u of t minus a equal to e⁻⁻as/s. അപ്പോൾ നമുക്ക് u of t minus a എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? u of t minus aയുടെ വാല്യൂ 1 if t greater than or equal to ഇവിടെയാണ്. 1 if t greater than or equal to a, 0 else. ഇതാണ് u of t minus a. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ എ മുതൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. എക്ക് മുമ്പാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല ഉണ്ടല്ലോ. എൽ ഓഫ് എഫ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണത്? ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു e⁻⁻st dt. ഇതാണ് ഫോർമുല. അപ്പോൾ ആ ഫോർമുലയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇവിടെ എന്താണ്? u ഓഫ് ടി മൈനസ് എ ഇൻറ്റു e⁻⁻st dt. ഇനി 0 to ഇൻഫിനിറ്റി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം 0 to ഇൻഫിനിറ്റിയിൽ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇൻഫിനിറ്റി വരുന്നത്. ഇൻഫിനിറ്റിയിൽ 0 to a വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രലും 0 ആയിരിക്കും. എന്നാൽ a to ഇൻഫിനിറ്റിയിലെ നമുക്ക് ഫംഗ്ഷന് 1 എന്ന വാല്യൂ വരുന്നുള്ളൂ. അപ്പം നമുക്കതിന് പകരം എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ
a to infinity 1 into e raised to minus st dt എന്ന് എഴുതാം. ഓക്കെ, ഇത് എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ എസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി ടിക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 മൈനസ് ഡിവൈഡ് ബൈ മൈനസ് എസ് ഉണ്ടല്ലേ. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ബൈ മൈനസ് എസ് എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ്. ഇങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി മറ്റൊരു കാര്യം നമുക്കറിയാവുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്താണെന്നുള്ളതായിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്തായിരുന്നു? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഇതും പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കേണ്ട കാര്യം ഇൻ്റഗ്രൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റഗ്രൽ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആദ്യം എഫ് ഓഫ് ടി ഇൻറ്റു അതായത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, അതാണ് നമ്മുടെ എഫ് ഓഫ് ടിയുടെ പകരം ഇവിടെ ഉള്ളത്, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് മൈനസ് എസ് ടി, എ എസ് അല്ല മൈനസ് എസ് ടി ഡി ടി. ഇതാണല്ലോ ഫോർമുല. എന്നിട്ട് ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എ വരെ 0 ഫംഗ്ഷൻ്റെ വാല്യൂ എ വരെ 0 എ മുതൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി മൈനസ് എഫ് ഓഫ് ടി മൈനസ് എ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. പുട്ട് ടോ ഈക്വൽ ടു ടി മൈനസ് എ എന്ന് കൊടുക്കണം. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ടി എന്താ വരിക? ടി ഈക്വൽ ടു ടോ പ്ലസ് എ എന്ന് വരും. സോ നമ്മുടെ ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ടോ ഈക്വൽ ടു എന്ത് വരും? 0. ടോ ഈക്വൽ ടു ടി മൈനസ് എ അല്ലേ? 0 മൈനസ് എ. അപ്പോൾ ടി ഈക്വൽ ടു എ ആവുന്ന സമയത്ത് ടോ ഈക്വൽ ടു 0 വരും. ടി ഈക്വൽ ടു ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ടോ ഈക്വൽ ടു ഇൻഫിനിറ്റി തന്നെ വരും. സോ ദിസ് വിൽ ബി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോ പ്ലസ് എ ഡി ടിയുടെ പകരം നമുക്ക് ഡി ടോ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് നമുക്ക് പുറത്തെടുക്കാം ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി എസ് ടോ ഡി ടോ എന്ന് വരും. ഇനി ഈ കാണുന്ന ഇ റൈസ് ടു മൈനസ് ഈ ഒരു ഫോർമുല അത് ആക്ച്വലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിയുടെ ഫോർമുലയാണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സോ നമുക്ക് അതിന് പകരം എന്തെഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു
എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെയാണ്